ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മഷ്റൂം കറിയാണ്. സിമ്പിളാണ്, ഈസി ആയിട്ട് ആർക്കും വെക്കാവുന്നതാണ്. നമ്മുടെ ഇന്നുള്ളത് ബട്ടർ മഷ്റൂം ആണ്. മഷ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. മഷ്റൂമിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ അതിലേക്ക് ഒരു ഇടത്തരം തക്കാളി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. മഷ്റൂമിനകത്ത് ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ടല്ലോ. ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്ന മസാലപ്പൊടി എന്ന് വെച്ചിട്ട് കുരുമുളക് പൊടിയാണ് 2 സ്പൂണ്, മീറ്റ് മസാല 1 സ്പൂൺ, മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ, മഞ്ഞൾപ്പൊടി ആൻഡ് മുളക് പൊടി. മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് മഷ്റൂം കറിക്ക് എനിക്ക് ഒരുപാട് എരിവ് ഞാൻ ഇതിന് ചേർക്കുന്നില്ല, എന്നാൽ ഒട്ടും എരിവും ഇല്ലായകയല്ല, മീഡിയം സ്പൈസിലാണ്. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ് ഈ കറിക്ക് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് തീരെ ചെറുതുമാവണ്ട, ഒത്തിരി വലുതുമാവണ്ട എന്നുള്ള രീതിയിൽ. അതായത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ഞാൻ ഈ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് മഷ്റൂം കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന മെത്തേഡ് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഈ മഷ്റൂം ഈ രീതിയിൽ കറി ചെയ്യുമ്പം കുറച്ചുകൂടി ഇഷ്ടമായി തോന്നാറുണ്ട്. അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചിരുന്നു, അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടിരുന്നു. അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായിട്ട് വരണം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ കറിക്കകത്ത് ഞാൻ കടുക് ചേർക്കുന്നില്ല കേട്ടോ, കടുക് ചേർക്കാതെയാണ് ചെയ്യുന്നത്. അതിനാണ് ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് പോകുന്നു. അപ്പൊ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഒരു കുറച്ച് ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കടുകൊക്കെ ആദ്യം ചേർക്കാം, അത് കഴിഞ്ഞ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് പോകാം, ഒരു പ്രശ്നവും ഇല്ല. ഒന്ന് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അധികം ഡ്രൈ ആവണ്ട, ഞാൻ സവോള ഇട്ടു, ഒരു മീഡിയം സൈസ് സവോളയാന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മിക്ക ദിവസവും ചെയ്യുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ മിക്ക ദിവസവും ചപ്പാത്തിയുടെ കൂടെ ഞാൻ ഈ മഷ്റൂം കറിയാണ് വിടുന്നത്. നല്ല ടേസ്റ്റാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മഷ്റൂം കറി ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് സമയലാഭമാണല്ലോ, മഷ്റൂമിന് അധികം വേവും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഇട്ടു. ഒരു പച്ചമുളക് ഇട്ടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പൈസിയാണ് ഈ പച്ചമുളകിനും, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് എടുത്തത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നല്ല ഫ്ലേവറാണേ. കുരുമുളക് പൊടി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം, നന്നായിട്ട് വരും. ഇപ്പം പച്ചമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോളയുടെ ജലാംശമൊക്കെ ഒന്ന് മാറി വരണല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് സവോള ഒന്ന് കളർ മാറി വരുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. അപ്പം ഒരു മീഡിയം സൈസ് സവോള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു കറിവേപ്പില, അത്രയും സാധനങ്ങളിലാണ്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടെ പറയാം, കുരുമുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഓവറായിട്ട് കുക്കായി പോവരുത് കേട്ടോ, അതായത് പൊടി ഓവറായിട്ട് കരിഞ്ഞു പോവരുത്. അപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം എല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പൊടി ഒന്ന് മൂത്ത് വരുന്ന നമുക്ക് മണം അറിയാലോ. ആ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി, എൻ്റെ തക്കാളി ഓവർ പഴുത്ത തക്കാളിയല്ല, ചെറിയ പുളിപ്പുണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ഒരു മീഡിയം സൈസ്. അപ്പം ഞാൻ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നീളത്തിലോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം തക്കാളി ഒന്ന് വഴറ്റിയതിനു ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ടു. നമുക്ക് സവോള വഴറ്റുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പൊ ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്തത്. സാധാരണ ഞാൻ സവോള വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചേർത്തിട്ട് പോകുമ്പം ഉപ്പ് എനിക്ക് കുറച്ച് നല്ല രീതിയിൽ കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. വെച്ചാൽ നമുക്ക് സവോള ഓവറായിട്ട് വഴറ്റി പോവണ്ടല്ലോ. നന്നായി മസാലയെല്ലാം ചേർത്ത് തക്കാളിയിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷമാണെങ്കിൽ തക്കാളി ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ കുറഞ്ഞ് ഒന്ന് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം, ഒരു 2 മിനിറ്റ് മതി. അപ്പം മസാലയിലേക്ക് ഈ തക്കാളി എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മിക്സായി വരുമല്ലോ. അപ്പം ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ഇടയ്ക്ക് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്താണ് ഇപ്പം ഞാൻ തുറക്കുന്ന അവസ്ഥയിൽ കാണുന്ന കാഴ്ച ഇതാണ്. ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് കേട്ടോ, തക്കാളി റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് ആണ്. സമയത്ത് കുറച്ചുകൂടി കുരുമുളക് കൂടി ചേർത്തിട്ട് കഴിക്കണം, നല്ല ടേസ്റ്റ്. വേറൊരു കറിയുടെ ആവശ്യമില്ല, ഈ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്.
നല്ല കറിയാണ്, എനിക്ക് ഇഷ്ടമാണ്. മഷ്റൂം കുറച്ച് ഏറെ ഫേവറേറ്റ് ആണ്. ഈ സമയത്ത് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ബട്ടർ മഷ്റൂം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. കാരണം മഷ്റൂമിന് അറിയാലോ 90% എന്ന് പറയാം, അതായത് 3/4% വെള്ളം തന്നെയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നന്നായി ചൂടായി വരുമ്പം ഇതിനകത്തുനിന്ന് ധാരാളം വെള്ളം ഇറങ്ങും. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇങ്ങനത്തെ കറിക്ക്. നമ്മൾ അധികം വെള്ളം ഒഴിച്ചാൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മഷ്റൂം ഓവറായിട്ട് കുക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഈ മഷ്റൂമിനകത്ത് വെള്ളത്തിനകത്ത് തന്നെ കിടന്ന് അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവർ വരും, പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്റെ മാത്രം അഭിപ്രായമാണേ. ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത്. പല നാട്ടിലും പല രീതിയിലുണ്ട്, പല ടേസ്റ്റിലുണ്ട്. ഒരു കറി തന്നെ പല രീതിയിൽ വെക്കാം, പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അല്ലെ? അപ്പൊ ഞാൻ എന്റെ കറി ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് വെക്കുന്നത്, പെട്ടെന്ന് വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മസാല എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ചൊന്ന് ഏറെ നേരം ഇളക്കി എടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് നമുക്ക് മഷ്റൂമിന് വെള്ളം ഇറങ്ങി വരും. നമ്മൾ മഷ്റൂം ഇടുമ്പോൾ കുറെ അധികം ഉണ്ട്, പക്ഷെ കുക്കായി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. മഷ്റൂം ഇഷ്ടമില്ലാത്തവർ കാണുമായിരിക്കും അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് പേർക്കൊന്നും മഷ്റൂം ഇഷ്ടമില്ല, പക്ഷെ കുറെ ആളുകൾക്ക് മഷ്റൂം നല്ല ഇഷ്ടമാണെന്ന്. എനിക്ക് നാട്ടിലെ നമ്മുടെ മഴ സമയത്തൊക്കെ ഇടിവെട്ടുമ്പോഴുണ്ടാകുന്ന കൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു കൂൺ കൊതിച്ചിയാണെന്നും കൂടി പറയാം. എന്റെ ഏറ്റവും ഫേവറേറ്റ് കറികളിൽ ഒന്നാണിത്. അതാണ് ഞാൻ ഇത്ര കൂടുതലായിട്ട് ഇങ്ങനെ ഈ കറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണും മസാല കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അല്ല, നമ്മൾ കൂണിനകത്ത് വെള്ളമെല്ലാം പറ്റി ഇത് ചേർന്ന് വരുമ്പോഴത്തേക്ക് നല്ല മസാല, നല്ല ഫ്ലേവറാണ്. കാരണം ഇതിന് അധികം മസാല നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടുമ്പോൾ കുറച്ചാന്ന് തോന്നും, പക്ഷെ കുക്കായി കറിയായി വരുമ്പോൾ നല്ല ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു സമയത്ത് നല്ല മണം വരും കേട്ടോ. അപ്പൊ നമ്മുടെ കറി ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്തതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഗരം മസാല. ഞാൻ അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ബൗളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നല്ലേ ഒരു കറിയായത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ദുബായിലായതുകൊണ്ട് എനിക്ക് മഷ്റൂം കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു. നാട്ടിൽ നമുക്ക് എപ്പോഴും കൂണ് കിട്ടില്ലല്ലോ. കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല. പിന്നെ നമുക്ക് മഴക്കാലത്തല്ലേ കൂടുതൽ കിട്ടുക. ഇതൊക്കെ എന്നെ സംബന്ധിച്ചൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഇഷ്ടമുള്ള കറി ആയതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞു മുഷിയുന്നില്ല. നമ്മളെ കഴിഞ്ഞ വീഡിയോ ഫിഷ് കറി വെച്ചിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോക്ക് അത്ര ഇത് പോകുന്നു. അപ്പൊ കൂടുതൽ വീഡിയോയ്ക്ക് കാത്തിരിക്കുക, ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു പൊറോട്ടയുടെ കൂടെ ഇത് കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ചപ്പാത്തി ഇല്ല, ഫ്രോസൺ പൊറോട്ടയാണ്, പക്ഷെ എമ്മിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.